Hey guys, welcome back to a new video. And this color grading series in episode 4 video ആണ്. And ഇന്ന് നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. And ഇതറിയാതെ കളർ ഗ്രേഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. And also ഈ വീഡിയോ ഓൾമോസ്റ്റ് തിയറി ആണ്. സോ ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. And ഇത് കളർ ഗ്രേഡിങ്ങിന്റെ ഒരു സീരീസ് ആണ്. സോ എപ്പിസോഡ് ബൈ എപ്പിസോഡ് ആയി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ആൻഡ് പ്ലേലിസ്റ്റിന്റെ കാർഡും ഞാൻ ഇവിടെ കൊടുത്തേക്കാം. സോ ഇന്ന് നമ്മൾ റോ, ലോഗ്, കളർ സ്പേസ്, ഡൈനാമിക് റേഞ്ച്, റെക് 709 ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇന്ന് ഞാൻ ഒത്തിരി ഡീപ്പായിട്ടോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടോ പോകുന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ അറിയണം ആ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഓൾസോ സിമ്പിളായി ഒത്തിരി ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ് ഒന്നും യൂസ് ചെയ്യാതെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ ശ്രമിക്കാം. ഓക്കെ, സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഡൈനാമിക് റേഞ്ച് എന്താണെന്ന് നോക്കാം. സോ വാട്ട് ഈസ് ഡൈനാമിക് റേഞ്ച്? നമ്മുടെ വീഡിയോയിലെ ഹൈലൈറ്റ്സിലെയും ഷാഡോസിലെയും ഡീറ്റെയിൽസ് എത്രമാത്രം പ്രിസർവ് ചെയ്യാൻ കഴിയും, ഇതിനെയാണ് നമ്മൾ ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത്. സോ ലോ ഡൈനാമിക് റേഞ്ച് ഉള്ള ക്യാമറാസ് ആണെങ്കിൽ ഹൈലൈറ്റ്സിലെയും ഷാഡോസിലെയും ഡീറ്റെയിൽസ് റീറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ഡൈനാമിക് റേഞ്ചിനെ ഒരു റേഞ്ച് ആയിട്ട് ഇമാജിൻ ചെയ്യാം. ഇവിടെ ഈ റേഞ്ചിൻ്റെ ബോർഡേഴ്സിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പ്യുവർ വൈറ്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ പ്യുവർ ബ്ലാക്ക്സ് ആയിരിക്കും. അതായത് അവിടെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നഷ്ടപ്പെട്ടു നമുക്ക് കാണാൻ പറ്റുന്ന പ്യുവർ വൈറ്റ് കളറോ അല്ലെങ്കിൽ പ്യുവർ ബ്ലാക്ക് കളറോ ആയിരിക്കും. ആൻഡ് കുറച്ചുകൂടെ കുറഞ്ഞ ഡൈനാമിക് റേഞ്ച് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ കിട്ടത്തുള്ളൂ. ഷാഡോസിലെയും ഹൈലൈറ്റ്സിലെയും ഡീറ്റെയിൽസ് എല്ലാം പ്യുവർ വൈറ്റ് ആയിട്ടും പ്യുവർ ബ്ലാക്ക്സ് ആയിട്ടും നഷ്ടപ്പെടും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ചിലപ്പോൾ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ സ്കൈയുടെ പോർഷൻ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ മാത്രം ബ്രൈറ്റ് ആയിട്ട് കാണാം, അവിടുത്തെ കളേഴ്സ് ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും. ബട്ട് ബാക്കി പോർഷനിലെ ഡീറ്റെയിൽസ് എല്ലാം നഷ്ടപ്പെടും. ആൻഡ് നമ്മളിതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യുവാണെങ്കിലും സ്കൈയുടെ പോർഷൻസ് എല്ലാം പ്യുവർ വൈറ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. ആൻഡ് ബാക്കി പോർഷൻസിലെ ഡീറ്റെയിൽസും കളേഴ്സ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാം. സോ ഒരു വീഡിയോയുടെ ബ്രൈറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ഏരിയാസ് ഡീറ്റെയിൽസ് നഷ്ടപ്പെടാതെ ക്യാപ്ചർ ചെയ്യുന്ന എബിലിറ്റിയെ നമുക്ക് ഡൈനാമിക് റേഞ്ച് എന്ന് പറയാം. സോ സ്മോൾ ഡൈനാമിക് റേഞ്ച് ആണെങ്കിൽ ക്യാപ്ചർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് വൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഡാർക്സിലെ ഡീറ്റെയിൽസ് എടുക്കാം. സോ നല്ല ഡൈനാമിക് റേഞ്ച് ഉള്ള ക്യാമറ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഡീറ്റെയിൽസ് കിട്ടും വിത്തൗട്ട് സാക്രിഫൈസിങ് വൺ ഫോർ ദി അതർ. സോ നിങ്ങൾക്ക് ഡൈനാമിക് റേഞ്ചിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഞാൻ മാക്സിമം സിമ്പിളായിട്ടാണ് പറയാൻ ശ്രമിച്ചത്. അടുത്തായിട്ട് നമുക്ക് കളർ സ്പേസിനെ കുറിച്ച് നോക്കാം. എവറി ഡിസ്പ്ലേ ഹാസ് എ കളർ സ്പേസ്. ഓൾസോ ഹ്യൂമൻ ഐസിനും ഒരു കളർ സ്പേസ് ഉണ്ട്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന കളേഴ്സ്. ആൻഡ് ഇതാണ് വിസിബിൾ കളർ സ്പെക്ട്രം. നമ്മൾ 9th സ്റ്റാൻഡേർഡും 8th സ്റ്റാൻഡേർഡിലൊക്കെ ഫിസിക്സിൽ പഠിച്ചിട്ടുള്ള സംഭവമാണ്. ആൻഡ് വിസിബിൾ കളർ സ്പെക്ട്രത്തിലുള്ള കളേഴ്സാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ റെഡിനപ്പുറത്തുള്ളത് ഇൻഫ്രാറെഡ് ആണ് ആൻഡ് വയലറ്റിന് ഇപ്പുറത്തുള്ളത് അൾട്രാ വയലറ്റ് ആണ്, വിച്ച് വി കനോട്ട് സീ. നമുക്കത് കാണാൻ വേണ്ടി കഴിയത്തില്ല. ആൻഡ് വേവ് ലെന്ത് മെഷർ ചെയ്യുന്നത് നാനോമീറ്റേഴ്സിലാണ്. ഇവിടെ കുറേ നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നതാണ്, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആവശ്യമുണ്ട്. ആൻഡ് ഇതാണ് CIE ചാർട്ട്. നമ്മൾ കുറച്ച് മുന്നേ കണ്ട നമ്പേഴ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾസോ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന കളേഴ്സ്. ഇനി നമുക്ക് കളർ ഗ്യാമറ്റ് എന്താണെന്ന് നോക്കാം. കളർ ഗ്യാമറ്റ് ഈസ് ദ റേഞ്ച് ഓഫ് കളേഴ്സ് ഇൻസൈഡ് വിസിബിൾ കളർ സ്പെക്ട്രം. ഈ കളർ സ്പെക്ട്രത്തിൻ്റെ അകത്തുള്ള റേഞ്ച് ഓഫ് കളേഴ്സ് ആണ് കളർ ഗ്യാമറ്റ്. ഫോർ എക്സാമ്പിൾ ഇത് റെക് 709 കളർ ഗ്യാമറ്റ് ആണ്. സോ ഈ റേഞ്ചിനുള്ള കളേഴ്സ് മാത്രമേ റെക് 709 കാണിക്കത്തുള്ളൂ, അതിൻ്റെ പുറത്തോട്ടുള്ള ഒന്നും വിസിബിൾ ആയിരിക്കത്തില്ല. അതുപോലെ കുറേ കളർ ഗ്യാമറ്റ് അവൈലബിൾ ആണ്. റെക് 2020 ഇവിടെ റേഞ്ച് കുറേ കൂടുതലാണ്, കുറേ കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇതാണ് കറണ്ട് HDR സ്റ്റാൻഡേർഡ്. പിന്നെ അഡോബ് RGB ഉണ്ട്, ഫോട്ടോഗ്രാഫിയിലൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ NTSC 1953 ഉണ്ട്, ഇതാണ് ഓൾഡ് SDR സ്റ്റാൻഡേർഡ്. പിന്നെ DCI P3 ഉണ്ട്, ഇതാണ് തിയേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിനെക്കുറിച്ച് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു, അതിൻ്റെ കാർഡ് ഞാൻ കൊടുത്തേക്കാം. പിന്നെ sRGB ഉണ്ട്, ഇതാണ് ഇന്റർനെറ്റ് സ്റ്റാൻഡേർഡ്. ആൻഡ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് റെക് 709 ആണ്. ആൻഡ് ഇത് ഡെവലപ്പ് ചെയ്ത് 1990 ബൈ ITUR. ആൻഡ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കളർ സ്പെക്ട്രം. ആൻഡ് അതിനുള്ളിൽ കാണുന്നതാണ് റെക് 709 കളർ സ്പേസ്. ആൻഡ് ഈ റേഞ്ചിലുള്ള കളേഴ്സ് മാത്രമേ റെക് 709 വിസിബിൾ ആയിരിക്കത്തുള്ളൂ. സോ നമ്മൾ എപ്പോഴും എഡിറ്റ് ചെയ്യുന്നത് റെക് 709 ആൻഡ് എക്സ്പോർട്ട് ചെയ്യുന്നതും റെക് 709 ആൻഡ് നമ്മൾ വേറൊരു കളർ ഗ്യാമറ്റിലാണ് എഡിറ്റ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ റെക് 2020 എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ കളർ ഗ്യാമറ്റ് സപ്പോർട്ട് ചെയ്യുന്ന മോണിറ്റേഴ്സിൽ പ്ലേ ചെയ്യാം, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കളേഴ്സ് കിട്ടും. ബട്ട് നമ്മൾ വേറൊരു മോണിറ്ററിൽ അല്ലെങ്കിൽ മൊബൈലിൽ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കളേഴ്സ് കിട്ടത്തില്ല. ബിക്കോസ് ഇപ്പോഴും മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നത് റെക് 709 തന്നെയാണ്. സോ നിങ്ങൾക്ക് ഡൈനാമിക് റേഞ്ച് എന്താണെന്നും കളർ സ്പേസ് എന്താണെന്നും കളർ ഗ്യാമറ്റ് എന്താണെന്നും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് റോയും ലോഗും എന്താണെന്ന് നോക്കാം. അടുത്തായിട്ട് നമുക്ക് റോ ഫയൽസിനെ കുറിച്ച് നോക്കാം. ആൻഡ് റോ ഫയൽസ് ഒരു വീഡിയോയിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് തരും. ആൻഡ് ക്യാമറയുടെ സെൻസറെ ഹിറ്റ് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും റോ ഫയൽസ് സേവ് ചെയ്ത് വെക്കും. സോ റോ ഫയൽസ് ഒരിക്കലും ഒരു വീഡിയോ ഫോർമാറ്റ് അല്ല, ഇറ്റ്സ് എ ന്യൂമറിക് ഫയൽ അല്ലെങ്കിൽ ഒരു അൺപ്രോസസ്ഡ് സെൻസർ ഡേറ്റയാണത്. ആൻഡ് റോ ഫയൽസിനെ അൺബേക്ഡ് ഫയൽസ് എന്നാണ് പറയുന്നത്. ബിക്കോസ് വീഡിയോയിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് റോ ഫയൽസിൽ അവൈലബിൾ ആണ്. നമുക്ക് കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ വീഡിയോയുടെ ISO, വൈറ്റ് ബാലൻസ്, പിക്ചർ പ്രൊഫൈൽ എല്ലാം കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും. ആൻഡ് ഹൈലൈറ്റ്സിലും ഷാഡോസിലും എല്ലാം ഫുൾ കൺട്രോൾ ഉണ്ട്. ആൻഡ് റോ ഫയൽ ഒരിക്കലും ഒരു നോർമൽ ക്യാമറയിൽ സപ്പോർട്ട് ചെയ്തില്ല. ബിക്കോസ് ഹ്യൂജ് ഡേറ്റ ആയിരിക്കും റോ ഫയൽസിൽ വരുന്നത്. ഹ്യൂജ് സൈസും ഹ്യൂജ് ഡേറ്റ ആയിരിക്കും റോ ഫയൽസിലുള്ളത്. സോ നോർമൽ ക്യാമറ ഒരിക്കലും റോ ഫയൽസ് സപ്പോർട്ട് ചെയ്യത്തില്ല. സോ നമ്മൾ DSLR ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും റെക് 709 വേണം ഷൂട്ട് ചെയ്യാൻ.
സോ റെക് 709 നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈലൈറ്റ്സിലും ഷാഡോസിലുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടത്തില്ല. ആൻഡ് റോ ഫോർമാറ്റ് DSLR സപ്പോർട്ട് ചെയ്യത്തില്ല. ആ സമയത്ത് ക്യാമറ കമ്പനീസ് കൊണ്ടുവന്ന ഒരു സാധനമാണ് ലോഗ് ഫോർമാറ്റ്. ഇതിന്റെ ഫുൾ ഫോം ലോഗരിതമിക് ഗാമ കർവ് എന്നാണ്. ആൻഡ് ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് ലോഗ് എന്ന് പറയാം. സോ ഇവിടെ നമുക്ക് ലോ കോൺട്രാസ്റ്റ് ഫ്ലാറ്റ് പിക്ചേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് ലോഗ് ഫോർമാറ്റിനുള്ളിൽ ഹൈലൈറ്റ്സിൻ്റെയും ഷാഡോസിൻ്റെയും മാക്സിമം ഡീറ്റെയിൽസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ലോഗ് ഫയൽസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് ഹൈ ഡൈനാമിക് റേഞ്ച് കിട്ടും. സോ കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈലൈറ്റ്സിലെയും ഷാഡോസിലെയും ഡേറ്റാസ് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് നമ്മൾ കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ലോഗിൽ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ലോഗ് വീഡിയോസ് ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് അത് ലോ കോൺട്രാസ്റ്റ് ഇമേജ് ആണ്. ചില ഷോർട്ട് ഫിലിംസ് ഒക്കെ നോക്കുവാണെങ്കിൽ അറിയാം, കംപ്ലീറ്റ് ഗ്രേ ലോ കോൺട്രാസ്റ്റ് വീഡിയോസ് ആയിരിക്കും. അത് ലോഗിൽ ഷൂട്ട് ചെയ്തതാണ്, ബട്ട് അത് കളർ ഗ്രേഡ് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. സോ നിങ്ങൾ കളർ ഗ്രേഡ് ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും ലോഗിൽ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, റെഗുലർ പ്രൊഫൈലിൽ ഷൂട്ട് ചെയ്താൽ മതി. ആൻഡ് റെഗുലർ പ്രൊഫൈലിൽ നമ്മൾ ഷൂട്ട് ചെയ്തുള്ള കുഴപ്പം നമുക്ക് ക്ലിപ്പ് ചെയ്ത ഡീറ്റെയിൽസ് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് ലോഗിലും അതുപോലെ റെഗുലർ പ്രൊഫൈലിലും ഷൂട്ട് ചെയ്ത 2 വീഡിയോസും കമ്പയർ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ കളർ ടാബ് ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയ സ്കോപ്സ് എല്ലാം ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോണിയുടെ S-Log 2 ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ആൻഡ് ഓരോ ക്യാമറാസിനും ഓരോ ലോഗ് പ്രൊഫൈലുണ്ട്. Canonന് C-Log ഉണ്ട്, സോണിക്ക് S-Log ഉണ്ട്, ഫുജി ഫിലിമിന് F-Log ഉണ്ട്. അങ്ങനെ ഓരോ ക്യാമറാസിനും ഓരോ ലോഗ് പ്രൊഫൈലുണ്ട്. സോ നമ്മൾ കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ ലോഗ് ഫയലിനെ റെക് 709 കൺവേർട്ട് ചെയ്യണം. ഏത് ക്യാമറയുടെ ലോഗ് പ്രൊഫൈലാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ തന്നെ കൺവേർഷനിലായിട്ട് യൂസ് ചെയ്യണം. അതിൻ്റെ റീസൺ ഓരോ ക്യാമറയും ഓരോ കളർ സയൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ കളേഴ്സ്, അതിൻ്റെ ലൂമിനൻസിൻ്റെ വാല്യൂസിനെല്ലാം ഡിഫറൻസ് ഉണ്ട്. സോ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന ക്യാമറയുടെ കൺവേർഷനിലായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള കളേഴ്സ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കളേഴ്സ് ഡിഫറൻറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോസ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. ഇതാണ് ലോഗി ഷൂട്ട് ചെയ്ത വീഡിയോ. ആൻഡ് നിങ്ങൾ ഇവിടെ ലുമിട്രി സ്കോപ്സിലേക്ക് നോക്കുമ്പോൾ തന്നെ ഡിഫറൻസ് മനസ്സിലാവും. ലോഗി ഷൂട്ട് ചെയ്ത വീഡിയോയുടെ കോൺട്രാസ്റ്റ് വളരെയധികം കുറവാണ് ആൻഡ് സാച്ചുറേഷൻ കുറവാണ്. ആൻഡ് ഇവിടെ നമുക്ക് വീഡിയോയുടെ കോൺട്രാസ്റ്റ് ഹൈലൈറ്റ്സ് ഒക്കെ പുഷ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇവിടെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ റെക്കോർഡ് ചെയ്തൊരു വീഡിയോയുടെ വേവ് ഫോം നോക്കുവാണെങ്കിൽ അറിയാം, ഇവിടെ നമുക്ക് കുറച്ചുകൂടെ പുഷ് ചെയ്യണമെങ്കിൽ അതിനൊരു സ്പേസ് കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ എക്സ്പോഷർ പുഷ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് ക്ലിപ്പ് ആവും ആൻഡ് അവിടുത്തെ ഡീറ്റെയിൽസ് നഷ്ടപ്പെടും. ബട്ട് നമ്മളിവിടെ ലോഗി ഷൂട്ട് ചെയ്ത വീഡിയോയുടെ എക്സ്പോഷർ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ആൻഡ് കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ കോൺട്രാസ്റ്റ് ഇൻക്രീസ് ചെയ്യാം, ബ്ലാക്ക്സ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ബ്ലാക്ക്സ് ഡിക്രീസ് ചെയ്യാം, ഷാഡോസ് ഡിക്രീസ് ചെയ്യാം. അങ്ങനെ നമ്മൾ വീഡിയോസ് കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കൺട്രോൾസ് കിട്ടും. ബട്ട് സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ നമുക്ക് അത്രയും കൺട്രോൾസ് കിട്ടത്തില്ല. ബട്ട് ലോഗിൽ നമുക്ക് കൂടുതൽ കൺട്രോൾസ് കിട്ടും. ആൻഡ് ഹൈലൈറ്റ്സിലും ഷാഡോസിലും കൂടുതൽ ഡീറ്റെയിൽസും കിട്ടും. ആൻഡ് നമുക്ക് ലോഗ് വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതിനെ റെക് 709 കൺവേർട്ട് ചെയ്യണം. ആൻഡ് നമ്മൾ ലോഗ് ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആണെങ്കിൽ ഫസ്റ്റ് റെക് 709 കൺവേർട്ട് ചെയ്യണം. ആൻഡ് നമുക്ക് ഇവിടെ ബേസിക് കറക്ഷനിൽ കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് കൺവേർട്ട് ചെയ്യുന്നതും വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും ബാക്കി ബേസിക് കറക്ഷനിലുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ആൻഡ് ആ വീഡിയോ കാണാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് റോ, ലോഗ്, റെക് 709, കളർ സ്പേസ്, ഡൈനാമിക് റേഞ്ച് ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.